ശനിദശ വളരെ ദോഷമായിട്ടുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇവർ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു നീലത്താമര അല്ലെങ്കിൽ നീല ആമ്പൽപ്പൂവുണ്ട്. ഇത് നട്ടുപിടിപ്പിച്ചാൽ അയാളുടെ ശനിദോഷം പകുതി തീർന്നു. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് ന്യൂമറോളജിയെ കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ന്യൂമറോളജി നോക്കി പേരിടണോ, അതോ അവർ അത്യാവശ്യം വളർന്നു വലുതായതിനു ശേഷം പലരും പേര് മാറ്റാറില്ലേ? ഇതിൽ ഹരിയോം സാധാരണ നമ്മൾ പലതിക്കലും കേൾക്കുന്ന ഒരു വാക്കാണ്. ഹരിയോം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന വാക്കാണ് ഹരിയോം. ഹരി വിനാശതി പാപാനി അല്ലേ? ഹരി എന്ന് പറയുന്ന നാമം ചൊല്ലിയാൽ അയാളുടെ പാപങ്ങൾ തീരും. അത് പ്രകാരം തന്നെയാണ് നമ്മളിൽ എല്ലാവർക്കും പേരുകൾ ഇടുമ്പോൾ ദൈവാംശമുള്ള പേരുകൾ ഇടുക. ദൈവത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ്, ഇല്ലേ? ഇപ്പം നമ്മുടെ മകന് നമ്മൾ ഈശ്വരതുല്യനായിട്ടുള്ള ഒരു പേരിട്ടു, അയാളെ ഹരി അല്ലെങ്കിൽ ശങ്കർ എന്ന് പേരിട്ടാൽ അയാളെ വിളിക്കുന്നത് ഹരി അല്ലെങ്കിൽ ശങ്കർ എന്നുള്ള വാക്കാണ്. അത് മഹാദേവൻ്റെ പേരാ, മഹാവിഷ്ണുവിൻ്റെ പേരാ, അല്ലേ? ന്യൂമറോളജി പ്രകാരം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഒരാളുടെ ഭാഗ്യസംഖ്യ. 1 മുതൽ 9 വരെയാണ് ഈ സംഖ്യകൾ. അതിൽ AIJQY ഇതാണ് 1, BKR ഇതാണ് 2. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടിക്കിട്ടുന്ന സംഖ്യ ഏതാണോ അതാണ് ഒരാളുടെ ഭാഗ്യസംഖ്യ. അത് അയാളുടെ വിവാഹ ജീവിതത്തിൻ്റെ വിവാഹ ദിവസവുമായും അയാൾക്ക് ജനിക്കുന്ന കുട്ടിയുടെ ആഴ്ച, വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, തിങ്കൾ മുതൽ ഞായർ വരെയുള്ള വാരം, ഇതുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. വിവാഹ ദിവസവും റിലേറ്റഡ് ആയിരിക്കും, ജനിക്കുന്ന കുട്ടിയുടെ വാരവുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണോ? ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ്. ഇപ്പോൾ CGLS എന്ന് പറയുന്ന വാക്കാണ് അത്. അപ്പോൾ അത്തരത്തിലുള്ള DMT അത് 4, അങ്ങനെയൊക്കെയുള്ള ഓരോ വാക്കുകൾക്കും ഇതുണ്ട്. അത് സാധാരണ ഗൂഗിളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ലക്കി നമ്പേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതിൽ ഇതെല്ലാം വരും. പക്ഷെ ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് മാത്രം. ഈവൻ ഈ പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഒരു ആൺകുട്ടി വേണം പെൺകുട്ടി വേണം, ഇത് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന മാർഗമാണ് ചൈനീസ് കലണ്ടർ. ആ ചൈനീസ് കലണ്ടർ 100% ആക്യുറേറ്റ് ആണ്. അപ്പോൾ അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ പെൺകുട്ടിയുടെ വയസ്സും പിന്നെ മുകളിൽ കാണുന്നത് ഈ 12 മാസങ്ങളുമാണ്. അപ്പോൾ ഈ വയസ്സും ഈ മാസം ഏതാണോ അതും കാൽക്കുലേറ്റ് ചെയ്താൽ അതിൽ ബോയ് ആണോ ബേബി ആണോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ചൈനീസ് കലണ്ടറിൽ അത്തരത്തിൽ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പിന്നാലെയുണ്ട്. അപ്പോൾ സർ, ഞാൻ മറ്റൊരു മറുചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ ഹരി എന്നാണ് കുട്ടിക്ക് പേരിട്ടത്, പക്ഷേ ന്യൂമറോളജി പ്രകാരം നമുക്ക് ചേരുന്നില്ല എങ്കിലോ? ഇല്ല, അപ്പോൾ പേര് മാറ്റണമല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, AIJQY എന്ന് പറയുന്ന കുട്ടിയുടെ പേരിൽ വരണമെങ്കിൽ അയാളുടെ ആദ്യത്തെ അക്ഷരം 1 ആയിരിക്കണം. 1 എന്നുള്ള ആൽഫബറ്റിക് ആ ഒരു അക്ഷരം വരികയാണെങ്കിൽ മാത്രമാണ് ഈ ആൽഫബറ്റിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് പേരുകൾ സെലക്ട് ചെയ്യേണ്ടത്. അത്തരത്തിലാണ്. ഇനിയിപ്പോൾ ചില പേരുകൾ ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എങ്കിലും അയാൾക്ക് ലക്കി അല്ലെങ്കിൽ ഫെയിം അയാളെ മാറി നിൽക്കണോ എന്നുണ്ടെങ്കിൽ ഈ പേരിൻ്റെ കൂടെ, അതായത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടിക്കിട്ടുന്ന സംഖ്യ എത്രയാണോ അതിൻ്റെ കൂടെ ഏതെങ്കിലും 1-2 അക്ഷരങ്ങൾ പ്രൊണോട്ട് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ A തന്നെ ചിലപ്പോൾ ഒരു AA നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ AAA നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈവൻ THRISH തൃഷ, അവരുടെ പേര് ശരിക്കും ഒഫീഷ്യലി അങ്ങനെയാണ്. പക്ഷെ അവർ ഒരിക്കലും ആ പേരിലല്ല വരുന്നത്, TRISH എന്നാണ്. അവർ ആ H പതുക്കനെ മാറ്റി കളഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഓരോ വ്യക്തികളും അത്തരത്തിൽ ചെയ്യാറുണ്ട്. ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഈ ന്യൂമറോളജി നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്ന ഈ വേദിക് ന്യൂമറോളജി തന്നെയാണ് നല്ലത്. വേദിക് ന്യൂമറോളജി 100% ആക്യുറേറ്റ് ആണ്. വ്യത്യാസങ്ങളുണ്ട്, പല വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുക. കാരണം ഇപ്പോൾ 9 എന്നുള്ള ഒരു നമ്പറാണ് നമുക്ക് ഒരു ലക്കി നമ്പറായിട്ട് വരുന്നത് എങ്കിൽ നോ ലെറ്റേഴ്സ് എന്നാണ് ആചാര്യൻ പറയുന്നത്. നോ ലെറ്റേഴ്സ്, നിങ്ങൾ വേറെ ലെറ്റേഴ്സുകളൊന്നും അയാൾക്ക് ചേർക്കണ്ട, അയാൾക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ ഇടുക. ഡേറ്റ് ഓഫ് ബർത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ സംഖ്യ ഇപ്പോൾ 1-1-2001 എന്ന് വിചാരിക്കൂ. 1+1+2+1. അപ്പോൾ CGLS നിങ്ങളുടെ 3 ആണെന്ന് തോന്നുന്നു. അതെ, CGLS. അതിൽ C എന്നുള്ള വാക്ക് ഇപ്പോൾ S പ്രൊണോട്ട് ചെയ്യും. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ന്യൂമറോളജിയെ കുറിച്ച് പറയും. ന്യൂമറോളജി ഒരു വാസ്റ്റ് ഒരു ഇതാണ്. ന്യൂമറോളജി വളരെ വാസ്റ്റാണ്. കാരണം ഇപ്പോൾ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, ഈ വാഹനത്തിന്റെ നമ്പറും നമ്മളും റിലേറ്റഡ് ആയിരിക്കും. നമ്മുടെ എല്ലാത്തിലും സാമ്യം കണ്ടെത്താൻ പറ്റും.
ഈവൻ ചില ഞങ്ങൾ പ്രശ്നം ഇപ്പോൾ ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് പോലെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ കവടിയും പിന്നെ പഞ്ചാംഗവും പിന്നെ അതിലുപയോഗിക്കുന്ന മറ്റുള്ള കാര്യങ്ങളുമെല്ലാം. അപ്പോൾ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പശയുള്ള ഒരു വൃക്ഷം അത് ഇന്ന വൃക്ഷമല്ലേ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഇന്നൊരു ഭാഗത്ത് ഇന്നതല്ലേ അവസ്ഥ, ഇല്ലെങ്കിൽ ഭൂമിയുടെ കിടപ്പ് ഇങ്ങനെയല്ലേ ചോദിക്കാറുണ്ട്. അത് ചിന്തിക്കുന്നതും കറക്റ്റായിട്ടും ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരമുള്ള വിശകലനം തന്നെയാണ്. ന്യൂമറോളജി പ്രകാരം ആ വ്യക്തിയുടെ ഗൃഹം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രൂപം ആ വ്യക്തിയുടെ പരിസരം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അതിലേക്കാണ് നമ്മൾ ഫലം എത്തിക്കുന്നത് പലപ്പോഴും എത്തിക്കുന്നത്. വീടിന്റെ ആയാലും വസ്തുവിന്റെ ആയാലും വാഹനത്തിന്റെ ആയാലും. അപ്പൊ വാഹനത്തിന്റെ കാര്യം പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാഹനത്തിന്റെ നമ്പർ 5-ൽ അവസാനിക്കണം അല്ലെങ്കിൽ 3-ൽ അവസാനിക്കണം. സാധാരണ രീതിയിൽ വാഹനത്തിന്റെ ലെറ്റർ ബിലോ ടു ഹൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് 0 to 9. ഇപ്പൊ 4 അക്കമാണെങ്കിൽ ഇതിൽ എത്രത്തോളം നമ്മൾ മുകളിലേക്ക് പോകണു അത്രത്തോളം ആ വാഹനത്തിന് സൗഭാഗ്യമാണ്. ശരിക്കും റിവേഴ്സ് നല്ലതല്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു മസ്റ്റായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ 1 2 3 4 എന്നുള്ളത് നല്ലതാണ്, അല്ലാതെ തിരിച്ചു വരരുത്. ചിലരല്ലേ 4 4 7 അല്ല, ഇരട്ട സംഖ്യകൾ നല്ലത് തന്നെയാണ്. ഇരട്ട സംഖ്യകൾ എപ്പോഴും നല്ലതാണ്. 2727 അങ്ങനെയൊക്കെ 2727 നല്ലതാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. റിപ്പീറ്റേഷൻ എപ്പോഴും നല്ലതാണ്. ഈവൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ ലോട്ടറി ടിക്കറ്റാണ് ആളുകൾ എടുക്കുന്നത്. ശരിക്കും ഈ ന്യൂമറോളജി പ്രകാരം അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച വർഷവും അതിനോടനുബന്ധിച്ച് എടുത്താൽ തന്നെ എന്തെങ്കിലും ഒരിക്കൽ അയാൾക്ക് ഒരു കോടീശ്വരനാവാം. പലപ്പോഴും അങ്ങനെ അനുഭവം വരാറുണ്ട്, വന്നിട്ടുണ്ട്. ടിക്കറ്റ് നമ്പർ ഇയാളുടെ ഈ ന്യൂമറോളജി പ്രകാരമുള്ള ലാസ്റ്റ് ഡിജിറ്റിൽ അത് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഡിഫറെൻ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ന്യൂമറോളജി പ്രകാരം പേര് മരുന്ന് പലപ്പോഴും പ്രശസ്തി വേഗം കിട്ടാനും അറിയപ്പെടാനും വേണ്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു പേര് മാറ്റുമ്പോൾ അതിലൂടെ കുപ്രസിദ്ധിയും പെട്ടെന്ന് സാധിക്കില്ല. ഉണ്ടാവാം, രണ്ടും ഉണ്ടല്ലോ. കാരണം ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും. ആ പേരും നമ്മൾ അറിയപ്പെടും. ആ പേര് എളുപ്പമായി അറിയപ്പെടും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേരിട്ടില്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പോൾ സർ, നമ്മൾ ഈ വീട് മേടിക്കുമ്പോഴും വാഹനത്തിന്റെ നമ്പറും പേര് മാത്രമല്ലാതെ പലപ്പോഴും മൊബൈൽ നമ്പറും ഇതുപോലെ ഫാൻസിയേക്കാളൊക്കെ ഉപരി ഇൻഫിനിറ്റി നമ്പർ, ഏഞ്ചൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്പേഴ്സ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമാണോ ശരിക്കും? ഇന്നത്തെ കാലത്ത് മൊബൈൽ എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാ ആവശ്യത്തിനും ഈ മൊബൈൽ നമ്പർ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഗ്യാസ് എടുക്കണമെങ്കിലും മൊബൈൽ നമ്പർ വേണം, നമ്മളൊരാൾ കോൺടാക്ട് ചെയ്യണമെങ്കിലും മൊബൈൽ നമ്പർ അത്യാവശ്യം. ശരിക്കും ചില നമ്പറുകൾ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താൽ ആ നമ്പർ നമുക്ക് ഒഴിവാക്കാം. ചിലത് നമുക്ക് ഭാഗ്യമായിട്ട് ഫീൽ ചെയ്താൽ അത് നമുക്ക് കെപ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു നമ്പർ സ്ഥിരമാക്കാതെ ഒരു നമ്പർ എടുത്തു, അത് നമുക്ക് അനുകൂലപ്പെട്ടതാണോ, അതെടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണോ, എല്ലാത്തിനും ലക്ക് നമ്മൾ അന്വേഷിക്കുന്നത് വളരെ നല്ലതാണ്. ലക്ക് നമുക്ക് തേടാം, നമ്മളെ തേടി വരും. നമ്മളെ തേടി വരും. അതാണ്. അല്ലെങ്കിൽ മറ്റൊരു സിം എടുത്ത് നോക്കുക എന്നാണ് ചെയ്യാലോ. ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്തു, അത് ക്ലിപ്തമല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കത് വേറെ ചെയ്യാം. ഇപ്പോൾ ഒരു വൃക്ഷത്തൈ നട്ടു, അത് നമുക്ക് നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഈവൻ ഇപ്പോൾ ഈ ശനി ദശ വളരെ ദോഷമായിട്ടുള്ള വ്യക്തികളുണ്ട്. കണ്ടകശനി, ഏടരശനി, ജാതകത്തിൽ ശനി വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം, ഈ ഇവർ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു നീലത്താമര അല്ലെങ്കിൽ നീല ആമ്പൽപ്പൂവുണ്ട്. ഇത് നട്ടുപിടിപ്പിച്ചാൽ അയാളുടെ ശനിദോഷം പകുതി തീർന്നു. ഈവൻ നെല്ലിമരം, സാധാരണ നമ്മുടെ നെല്ലിക്ക ഉണ്ടാകുന്ന നെല്ലിമരം, ഈ നെല്ലിമരം ഈ പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ആ വീടിന്റെ ഗൃഹദോഷങ്ങൾ തീരും. ശനിദശയുള്ളവരെന്ന് മാത്രമല്ല, ഇപ്പൊ ജന്മശനി, കണ്ടകശനി, ഏടർശനി, ജന്മവ്യാഴം, അങ്ങനെ പലതരത്തിലും ഇപ്പം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഏതൊരു ദശാകാലത്തിനും ചെയ്യാവുന്ന ഏറ്റവും നല്ല റെമഡിയാണ് ഈ നീലത്താമര. അത് ഏറ്റവും എഫക്റ്റീവാണ്. ഞാൻ പലവരിലും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിന്നിരുന്ന പലവരുടെ കാര്യത്തിലും ഞാനത് പറഞ്ഞിട്ട് അവർ സക്സസ് ആയി. ലൈഫിൽ അവർക്ക് ബിസിനസ് നല്ല രീതിയിൽ പോകും. അവർ വീണ്ടും നമ്മളെ വന്ന് കാണുമ്പോൾ പറയും അത് വളരെ സക്സസ് ആയി പറയും. പക്ഷെ ഇത് രണ്ടും ചെയ്യുന്നവരുണ്ട്. അതുപോലെ നിത്യവും ക്ഷേത്രങ്ങളിൽ നമുക്ക് എത്രയോ അമ്പലങ്ങളുണ്ട് നമുക്ക് ചുറ്റും, ഇല്ലേ? വീടിൻ്റെ അടുത്ത് എത്രയോ അമ്പലങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് കയറി ഒന്ന് തൊഴുതോളൂ.
ഒക്കെ നല്ലതാണ്. ഒരു ചോദ്യം, ഇപ്പൊ ഈ ജ്യോതിഷവും ഈ ന്യൂമറോളജിയും രണ്ടും ഹാൻഡ് ബൈ ഹാൻഡ് ആയിട്ട് പോകുന്നത്? ജ്യോതിഷം, വൈദ്യം, ന്യൂമറോളജി ഇതെല്ലാം ബന്ധപ്പെട്ടത് തന്നെയാണ്. വൈദ്യം ഇതിലും ബന്ധപ്പെട്ടതാണ്, ഇതിൽ ബന്ധപ്പെട്ടതാണ്. വൈദ്യശാസ്ത്രം ഇതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, പൂർവ്വജന്മം കൃതം പാപം വ്യാധിരൂപേണ ജായതേ. പൂർവ്വജന്മത്തിലുള്ള പാപകർമ്മങ്ങളുടെ ഫലം ഇഹജന്മത്തിൽ നമുക്ക് വ്യാധികളായും രോഗങ്ങളായും ദുരിതങ്ങളായും ബാധിക്കും. പൂർവ്വജന്മ ബന്ധങ്ങൾ. ഞാൻ ഒരിക്കലും ഒരു ജ്യോതിഷനെ കണ്ടപ്പോൾ അവരെൻ്റെ അടുത്ത് ന്യൂമറോളജി എന്ന് പറഞ്ഞ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തുള്ളതല്ല, അതല്ലാതൊരു നമ്പർ പറഞ്ഞു. എങ്ങനെ 888 വരും അങ്ങനെയൊക്കെ എന്തോ. അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. ഇതിൽ ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ബേസ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന, ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന ആ ദിവസം, ഇപ്പൊ ഈവൻ പാൻ കാർഡ് എടുക്കും അല്ലേ, നമ്മുടെ ഏതൊരു ആവശ്യത്തിനും അവസാനം അവർ ചോദിക്കുന്നതാണ് പാൻ കാർഡ്. ഈ പാൻ കാർഡിൽ അവർ ആകെ കൂടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്താണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചാൽ അത് നമ്മളായി ഇല്ലേ? അതെ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന ദിവസം. അതിലും മനോഹരമായ ഒരു ദിവസം. അബ്ദുൾ കലാം പറഞ്ഞില്ലേ, അദ്ദേഹം കരഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ നോക്കി ആളുടെ അമ്മ ചിരിച്ച ദിവസമാണ് അത്രേ ആളുടെ ജന്മദിവസം. അതിലും മനോഹരമായ ദിവസം ഈ ഭൂമിയിലില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന ദിവസമാണ് അതിമനോഹരം. ന്യൂമറോളജി പ്രകാരം നമുക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ ഏറ്റവും, അത് നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പൊട്ടിയ കണ്ണാടി, പൊട്ടിയ ഒരു വെസൽ ഉണ്ട് വിചാരിക്കൂ. നമ്മൾ പണ്ട് മുതലേ പറയും പൊട്ടിയ സാധനങ്ങൾ വീട്ടിൽ വെക്കരുത്, അത് ദുരിതം കൊണ്ടുവരും. പക്ഷെ ഈ ഫെവിക്വിക്ക് വന്നോടുകൂടി ഇപ്പൊ പൊട്ടിയ സാധനങ്ങൾ ആരും കളയണില്ല, എല്ലാവരും ഒട്ടിച്ചു വയ്ക്കുക. പക്ഷേ അത് വളരെ ദോഷമാണ് ശരിക്കും. ഈവൻ പല കാര്യങ്ങളും പറയും. ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒരു കിടക്കയ്ക്ക് നേരെ ഒരു മിറർ പാടില്ല, നേരെ. കാരണം ആ മിറർ അവിടെ ഉണ്ടെങ്കിൽ ആ ഭാര്യയും ഭർത്താവും വൃദ്ധ കലഹണ്ടാകും. വശങ്ങളിൽ വിരോധമില്ല, നമ്മൾ നമ്മുടെ പാദത്തിന് നേരെ, ഇല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് നേരെ. കാരണം നമ്മൾ ഇത് വെക്കുന്നത് തെക്കോട്ടല്ലേ തല വയ്ക്കുക, അല്ലെങ്കിൽ കിഴക്കോട്ടല്ലേ. അപ്പോൾ ഇത് പ്രകാരം ഈ രണ്ട് ദിക്കിലേക്കും ഈ മിറർ പൊസിഷൻ മാറ്റണം. അത് ഒരു ദാമ്പത്യം കലഹമാണ്. അത് പലരുടെയും അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിളക്ക് വയ്ക്കുമ്പോൾ ചിലവർ ഒരു തിരിയിട്ട് വയ്ക്കും. ഏകവർത്തി മഹാവ്യാധി. ആ വീട്ടിൽ രോഗമൊഴിയില്ല, വൈദ്യൻ ആ വീട്ടിൽ നിന്ന് പോവില്ല. എല്ലാവരും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു തിരിയിട്ടിട്ട് മാത്രം വിളക്ക് വയ്ക്കണം. 2 തിരിയാണ് അല്ലെങ്കിൽ 5 തിരിയാണ് പ്രധാനം. ഇപ്പോൾ 2 തിരി വെക്കുമ്പോൾ കൈകൂപ്പിയ പോലെ വെക്കണം. അത് രാവിലെ വിളക്ക് വെച്ച് ശീലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് മാത്രമേ 2 തിരി വെക്കാൻ പാടുള്ളൂ. അതല്ല, വൈകിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കിഴക്കോട്ടും 2 തിരി വെക്കണം, പടിഞ്ഞാറ് ഭാഗത്തേക്കും 2 തിരി വെക്കണം. ഇത് ഹിന്ദുക്കളായാലും നമുക്ക് പലർക്കും അറിയാത്ത കാര്യമാണ്. 3 തിരി വെച്ചാൽ കടബാധ്യതകൾ വർദ്ധിക്കും. 4 തിരി വെച്ച് കഴിഞ്ഞാൽ ദുർമരണങ്ങൾ സംഭവിക്കും. 5 തിരിയിട്ടാൽ മഹത്സുഖം. അപ്പോൾ 5 തിരിയാണ് വേണ്ടത്. 1 കിഴക്ക്, 1 തെക്ക്, 1 പടിഞ്ഞാറ്, 1 വടക്ക് പടിഞ്ഞാറ്, പിന്നെ വടക്ക് കിഴക്ക്. അങ്ങനെയാണ് 5 തിരിയാണ് അതിസൗഭാഗ്യം. അതല്ലേ പലപ്പോഴും വിവാഹങ്ങൾക്കായാലും വിശേഷ ദിവസങ്ങൾക്കായാലും 5 തിരി കത്തിക്കണേ. പക്ഷെ ഒരിക്കലും നമ്മളത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതാണ് അതിന്റെ ഏറ്റവും മഹത്വമായിട്ടുള്ള ദിവസം. ഏകവർത്തി മഹാവ്യാധിയ ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ഒരു തിരിയിട്ടിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കരുത്. അത് മഹാവ്യാധികൾ ഉണ്ടാക്കും. അതൊക്കെ ഒരുപാട് നമ്മളുടെ അനുഭവങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ അത് തിരിച്ചറിയുക. കാരണം പലരും നമ്മുടെ അടുത്ത് പല പ്രശ്നങ്ങളും പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു കാര്യകാരണം എന്നുള്ളത് ചിന്തിക്കും. അങ്ങനെയാണ്.